ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധാമണി തങ്കച്ചിയോട് വേലക്കാരി പറയുകയാണ് കേട്ടോ, മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഗൗരി ഇറങ്ങുന്ന സ്റ്റെപ്പിൽ ഫുള്ളി ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഇനി അവൾ തലയും കുത്തി താഴെ വന്ന് വീഴും, കാലും കൈയൊക്കെ ഒടിയുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാധാമണി തങ്കച്ചി പറയുകയാണ്, കാലും കൈ മാത്രം ഒടിഞ്ഞാൽ പോരാ, അവളുടെ താടി എല്ലും ഒടിഞ്ഞ് അവളുടെ സംസാരശേഷിയും പോകണം, എന്നിട്ട് ആ മണിമുത്തശ്ശേരി മണി ഞാൻ എടുത്തു കൊടുക്കും, എന്നിട്ട് അവളവിടെ മണി കൂട്ടിക്കൊണ്ടിരിക്കണം, എനിക്കത് കണ്ടു ഒരു സമാധാനമായിട്ടിരിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കമലശേഖരൻ്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, എടാ ശേഖര, തന്നെ ആ ഗംഗയെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശേഖരൻ ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുകയാണോ, ഗംഗയോ, എന്തിനാ ഗംഗ എന്നെ അന്വേഷിക്കണേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കമല ചുമ്മാ പറയുകയാണ്, തനിക്കെന്തോ ഗിഫ്റ്റ് തരാമെന്നോ എന്തോ പിച്ചുമ്പിയൊക്കെ പറയുന്നുണ്ടെന്ന് പറയുവാണ്. ഇത് കേൾക്കാത്ത പാടെ പകുതി എക്സസൈസ് നിർത്തി ശേഖരൻ അവിടുന്ന് ചാടി ഓടുവാണ് കേട്ടോ. ആ സമയത്ത് കമല പറയുവാണ്, കോഴി ശേഖരൻ്റെ കൈയാണോ കാലാണോ എന്നതാണോ ഓടിയാൻ പോകുന്നതെന്ന്. അത് കഴിയുമ്പോഴത്തേക്ക് രാധാമണി തങ്കച്ചി താഴെ നിന്ന് നമ്മുടെ ഗൗരീനെ വിളിക്കുകയാണ്, എടി ഗൗരി ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഗൗരി പറയണമ്പോൾ ഞാനിവിടെ ഇച്ചിരി പണിയിൽ അത്യാവശ്യമാണോ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് രാധാമണി തങ്കച്ചി പറയുകയാണ്, അത്യാവശ്യം ആയതുകൊണ്ടല്ലേ നിന്നെ വിളിച്ചല്ലേ, ഇപ്പോൾ വിളിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗൗരി ഞാൻ വരുവാന്ന് പറഞ്ഞ് തുണി അവിടെ വെച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മഹാദേവൻ ഫോൺ വിളിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. ഫോണിൽ ആരോട് പറയുകയാണ്, ഈ മഹാദേവനെ വീഴ്ത്താൻ ആർക്കും പറ്റത്തില്ല എന്ന് പറയുമ്പോഴേ മഹാദേവൻ എണ്ണയിൽ തെന്നി അടിച്ച് താഴോട്ട് വീഴുവാണ് കേട്ടോ. അപ്പോൾ ആ ഫോണിലുള്ള ആൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അത് നേരം മഹാദേവൻ സാറിനെ വീഴ്ത്താൻ പറ്റി ആരാ ഈ ലോകത്തുള്ളതെന്ന് ചോദിക്കുവാണ്. ഇതെല്ലാം കണ്ട് രാധാമണി തങ്കച്ചി അവിടെ അന്തം വിട്ട് നിൽക്കുവാണ്. പിന്നെ എല്ലാവരും കൂടെ മഹാദേവനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും പുള്ളിയുടെ കഴുത്തിൽ കോളറൊക്കെ ഇട്ടിട്ടുണ്ട്, പുള്ളിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ശേഖരൻ ചോദിക്കുന്നുണ്ട്, അച്ഛനെന്തോ കുഞ്ഞു കൊച്ചാണോ ഇങ്ങനെ തട്ടിയായി മറിഞ്ഞ് വീഴാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. പുള്ളി ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗൗരി പറയുന്നുണ്ട്, അച്ഛൻ്റെ താടിയെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്, അച്ഛനെ സംസാരിക്കാൻ പറ്റത്തില്ല, കുറച്ച് സമയം എടുക്കുമെന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ശങ്കർഭായി പറയണം, എങ്കിലും ഒരു കാര്യം ചെയ്തോ, ഈ മണിയങ്ങ് പിടിച്ചോളാൻ പറയുമ്പോൾ രാധാമണി തങ്കച്ചി, ഇതിപ്പോൾ എല്ലാം എനിക്ക് തിരിച്ച് കിട്ടുവാണല്ലോ, ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ ഈ അവസ്ഥയായെന്ന് ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണ് കേട്ടോ. അതിന് മണി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശേഖരൻ പറയുവാണ്, ഇത് കൊള്ളാം അച്ഛാ, നല്ല പരിപാടിയാണ്, അച്ഛൻ ഇനി ഇലക്ഷൻ്റെ മീറ്റിങ്ങിനും പാർട്ടിയുടെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ മൈക്കിന് ഫ്രണ്ടിൽ പോയി ഇങ്ങനെ മണി അടിച്ചാൽ മതി എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കുഴുത്തിരിപ്പ് വക്കീൽ അവിടെയുണ്ട്, പുള്ളി പറയുന്നുണ്ട്, അത് കൊള്ളാം, സാറ് മണി അടിക്കുക, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കും, അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതൊരു പുതിയ സംഭവമായിരിക്കും, ഇത് വൈറലാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ശേഖരൻ പറയുവാണ് കേട്ടോ. ഇതൊക്കെയൊക്കെ നമ്മൾ ശങ്കർഭായി പറയുന്നുണ്ട്, ഇതൊക്കെ എന്ത് പരിപാടിയാണെന്ന് പറയുമ്പോഴത്തേക്കും ശങ്കർഭായി പറയുന്നത് സപ്പോർട്ട് ചെയ്ത് വീണ്ടും മണി അടിക്കുകയാണ് കേട്ടോ മഹാദേവൻ. പക്ഷെ അത് കാണുന്ന ഇവർ ശേഖരനൊക്കെ പറയുകയാണ്, കണ്ടോ അച്ഛനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അത് കഴിയുമ്പോൾ പറയും, അച്ഛന് ഇരുട്ടടി കിട്ടിയതാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സഹതാപ വോട്ടും തൃശ്ശൂരിൽ നിന്ന് കിട്ടുമെന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് വീണ്ടും മഹാദേവൻ മണിയടിക്കുവാണ്, ഇവൻ എന്നെ നാറ്റിക്കുമോ എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് നമ്മുടെ ശങ്കർഭായി പറയുന്നുണ്ട്, ഈ ശങ്കർ മഹാദേവൻ്റെ അച്ഛന് ഇരുട്ടടി കിട്ടിയെന്നോ, ഇതിക്കൊണ്ട് എന്തൊരു നാണക്കേടാ വേറെ വരാനുള്ള, അതൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും വക്കീലും പറയുകയാണ്, ഇല്ല മഹാദേവൻ സാറിന് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്, സാറ് ഇതേ മണിയടിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോഴത്തേക്ക് ശങ്കർഭായി അറിയാം, ഇനി അച്ഛനതാണ് താല്പര്യമെങ്കിൽ കുഴപ്പമില്ല, എന്തേലും ആട്ടെ, വോട്ട് കിട്ടുമല്ലോ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗംഗയും പറയുവാണ്, നേരെ കുറേ സഹതാപ വോട്ട് എന്തായാലും അങ്ങനെ കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അമ്മ രാധാമണി തങ്കച്ചി ഇങ്ങനെ വീണ്ടും വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കേട്ടോണ്ട് നിൽക്കുന്ന ശങ്കർഭായി പറയും, അമ്മ എന്തിനാണ് വിഷമിച്ച് ഓരോന്ന് പറയുന്നത്, അമ്മയുടെ പറച്ചിലോട്ടത്തൊന്നും അമ്മ അച്ഛനെ തള്ളിയിട്ടേന്ന്. ഇത് കേൾക്കുന്ന കമല അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുവാണ് കേട്ടോ, കൈകൊട്ടി. അത് കഴിയുമ്പോഴത്തേക്കും കമല പറയുകയാണ്, ഇതെങ്ങനെയാണ് വന്നതെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം എന്ന് പറയുമ്പോഴത്തേക്കും ഗംഗ പറയുക, ഗൗരി നീ കമലയിടത്തോടൊന്നും മിണ്ടായിരിക്കാൻ പറ, ഒന്നാമതേ ഇവിടെ ആകെ കൂടെ എല്ലാവർക്കും ഈ ദേവമാമയുടെ അവസ്ഥ കണ്ടിട്ട് ബുദ്ധിമുട്ടാണ്, ഇനി ഇതും കൂടെ ആ കമലയിടത്തിയുടെ ഇതും കൂടെ വേണ്ടാന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗൗരി പറയുകയാണ്, ഇടത്തി മിണ്ടാതിരിക്കുക, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും കമല പറയുന്നുണ്ട്, ഗൗരി പറഞ്ഞുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാം എന്ന് പറയുകയാണ്. എന്നാലും രാധാമണി തങ്കച്ചിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ കാരണമുണ്ട് ഈ മനുഷ്യന് ഈ അവസ്ഥയായെന്ന് ഓർത്ത്. എന്നിട്ട് നമ്മുടെ കുട്ടിശങ്കരൻ പറയുകയാണ്, ഇത് കൊള്ളാലോ പരിപാടി, അമ്മയെപ്പോലെ തന്നെ മോനും, ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലൊരു കൂട്ടമണിയുടെ പരിപാടി ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പ്രൊഫസറിൻ്റെ വീടാണ്. പ്രൊഫസറിൻ്റെ വീട്ടിൽ ആരതിയാണ് മിഥുനെ വിളിക്കുകയാണ്. മിഥുനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് നന്ദിനിയമ്മ അങ്ങ് വരുന്നുണ്ട്. നന്ദിനിയമ്മയെ കാണുമ്പോഴേ ആരതി പയ്യെ ഫോൺ ഒളിപ്പിക്കും കേട്ടോ. അപ്പോഴേക്കും ആരതിയോട് പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കേണ്ട, ഞാൻ കണ്ടു, മിഥുൻ എന്തായാലും നിന്നെ തിരിച്ച് വിളിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ആരതി പറയുന്നുണ്ട്, ഇല്ല എന്നെ തിരിച്ച് വിളിക്കുകയല്ല, ഞാൻ എത്ര ദിവസമായിട്ട് വിളിക്കുന്നതെന്നറിയോ, ഇതെല്ലാവരും ഗൗരി ചേച്ചിക്ക് വേണ്ട, ഗൗരി ചേച്ചിക്ക് എന്തായാലും സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നന്ദിനിയമ്മ പറയുന്നത്, നിനക്ക് തോന്നുന്നുണ്ടോ ഗൗരി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആരതി പറയുവാണ്, നിങ്ങൾക്ക് ഇപ്പോഴും ഗൗരി ചേച്ചീനെയാണ്
എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ്. പഠിക്കാൻ പോയ സമയത്ത് ചേച്ചീനെ കൊണ്ടുവിടാനും കൂട്ടാനും ചേട്ടനോ അച്ഛനോ ആരെങ്കിലും പോവും. ഫുഡാണെങ്കിലും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട. എന്നെ ഇവിടെ ആരും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് പോലും ഉണ്ടാക്കിയിട്ടില്ല, എൻ്റെ ഒരു കാര്യവും നോക്കിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പം നന്ദിനിയമ്മ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത്, നിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടില്ലെന്നോ, ഞങ്ങൾ അങ്ങനെയൊന്നും ഒരിക്കലും ഓർത്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആരതി പറയുവാണ്, എന്തായാലും എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഗൗരി ചേച്ചി സന്തോഷവും സമാധാനമായിട്ട് അവിടെ ജീവിക്കുമെന്ന് ഓർക്കണ്ട, അത് ഞാൻ നശിപ്പിക്കും, എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യം ആർക്കും കിട്ടും എന്ന് ഓർക്കണ്ട എന്ന് ഭയങ്കര ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന നന്ദിനിയമ്മയ്ക്ക് ആൾക്കൂടെ വിഷമമാവാണ്. പുള്ളിക്കാരി അവിടെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ദേഷ്യപ്പെട്ട് ആരതി അവിടെ നിന്ന് കയറി പോവുകയും ചെയ്യുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. ആ സമയത്ത് മഹാദേവന് കഞ്ഞിയായിട്ട് രാധാമണി തങ്കച്ചി വരും കേട്ടോ. പക്ഷേ കഞ്ഞി കൊടുക്കാൻ നേരത്ത് മഹാദേവൻ ഇങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കുക, കഴിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇതെന്താണ്, ഇതെന്നാ ഇപ്പം അച്ഛൻ പറയുന്നതെന്ന് ചോദിച്ച് മക്കളോട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രാധാമണത്തേക്ക് ചുടുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക ശങ്കർ, അച്ഛൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവർ വീണ്ടും ചോദിക്കുകയാണ്, അമ്മയുടെ പറച്ചിലോട്ട് തോന്നുന്നു അമ്മയാണല്ലോ അച്ഛനെ തള്ളി താഴെ ഇട്ടതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മഹാദേവൻ്റെ വീണ്ടും മണിയടി കാണുമ്പോഴത്തേക്കും ശങ്കർഭായി പറയുകയാണ്, ഗൗരി നീയല്ലേ മണിമുത്തശ്ശിയുടെ ആക്ഷൻ എല്ലാം കണ്ടിട്ട് എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത്, നീ നോക്കിയിട്ട് പറയാമെന്ന് പറയുന്നുണ്ടോ. അപ്പം ഗംഗയും പറയുകയാണ്, നേരെ ഗൗരി നീ നോക്കുക, ദേവമാമ എന്താ പറയുന്നതെന്ന് നോക്കുമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് ശേഖർഭായി അവിടെ നിന്ന് പറയുന്നുണ്ട്, അയ്യേ ഇവൾക്ക് എന്താ അറിയാമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് കമല എടാ ശേഖര എന്നിങ്ങനെ വിളിക്കുവാണ്. ആ സമയത്ത് ഗൗരി ഇങ്ങനെ മഹാദേവൻ പറയുന്നത് കേട്ടിട്ട് പറയുവാണ്, അച്ഛൻ മറിഞ്ഞു വീണതല്ല, അവിടെ ആരോ എണ്ണ ഒഴിച്ചായിരുന്നു, ആ എണ്ണ തെന്നി വീണതാണെന്നാണ് പറയുന്നതെന്ന് പറയും. അപ്പോൾ ശങ്കർഭായി എണ്ണയോ, ആരൊഴിക്കാൻ അവിടെ എണ്ണ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാധാമണത്തേക്ക് ചൊറി ഇവൾക്ക് ചുമ്മാ മനസ്സിലാവാഞ്ഞിട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് മഹാദേവൻ വീണ്ടും അല്ല എന്ന് പറഞ്ഞ് ഗൗരിയെ കൈ കാണിച്ച് ഗൗരി പറഞ്ഞ് ശരിയാന്നുള്ള രീതിയിൽ കാണിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കമല പറയുന്നുണ്ട്, എണ്ണ ഒഴിച്ചത് ഈ വേലക്കാരിയാണ്, ഒഴിക്കാൻ പറഞ്ഞത് നമ്മുടെ അമ്മ പറഞ്ഞിട്ടാന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടുവാണ് കേട്ടോ. അപ്പം രാധാമണി തങ്കച്ചി അവിടെ നിന്ന് വിറയ്ക്കുവാണ്. നമ്മുടെ മഹാദേവൻ ഇങ്ങനെ രാധാമണി തങ്കച്ചിനെ നോക്കുന്നുണ്ട് കേട്ടോ, എടി മഹാഭാവി നീയാണോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് രാധാമണി തങ്കച്ചിയോടും ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ശങ്കർഭായി ചോദിക്കുന്നുണ്ട് വേലക്കാരോട്, മര്യാദയ്ക്ക് നിങ്ങൾ സത്യം പറഞ്ഞോ എന്ന് പറയുമ്പോൾ ശേഖരനും പറയുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പ്രഷനൊക്കെ എൻ്റെ റീൽസിലിടാം, മര്യാദയ്ക്ക് നിങ്ങൾ പറഞ്ഞോ എന്ന് പറയുമ്പോൾ വേലക്കാരി പറയുകയാണ്, ഈ കമലക്കുഞ്ഞിന് വട്ടായതുകൊണ്ട് ചുമ്മാ പറയുന്ന, അത് ഞങ്ങളൊന്നും കാണിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കമലയ്ക്ക് ദേഷ്യം വരുവാണ്. കമല അവിടെ പുറകെ ഇരിക്കുന്ന ഒരു കത്തിയെടുത്ത് വേലക്കാരുടെ കഴുത്തേ വെക്കുവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.